BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ആരോഗ്യമന്ത്രി തലവനായ സഹകരണ സംഘത്തിൽ വ്യാപകമായ ചട്ടലംഘനങ്ങൾ നടന്നതായി റിപ്പോർട്ട്. സർക്കാർ ആശുപത്രികളിലെ സൗകര്യം മെച്ചപ്പെടുത്താൻ രൂപവൽക്കരിച്ച കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയിലാണ് ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത്. ടെൻഡറോ കൊട്ടേഷനോ ധനവകുപ്പിന്റെ അനുമതിയോ ഇല്ലാതെ സാധനങ്ങൾ വാങ്ങുക, പ്രവർത്തികൾ പൂർത്തിയാക്കിയ ശേഷം കരാർ തയ്യാറാക്കുക, ഉയർന്ന തുക ക്വാട്ട് ചെയ്ത സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുക തുടങ്ങിയ ഗുരുതര വിഷയങ്ങളാണ് സംസ്ഥാന ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. കരാറിലുള്ള ഓക്സിജൻ ജീവനക്കാർക്ക് 2 വർഷം ശമ്പളം നൽകിയതിന് 58.3 ലക്ഷം രൂപ ചെലവഴിച്ചതായി ചെക്ക് ഇഷ്യൂ രജിസ്ട്രാറിലുണ്ട്. ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഫയലുകളോ കരാറിന്റെ വിശദാംശങ്ങളോ ജോലി ചെയ്ത യൂണിറ്റുകളുടെ വിവരങ്ങളോ ഓഡിറ്റ് കൈമാറിയിട്ടില്ല എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതേസമയം സാധനങ്ങൾ വാങ്ങിയതിന്റെ രേഖകൾ ഇല്ലാത്തതും ഗുരുതരമായ പ്രശ്നമാണ്. സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയതിനു രേഖകൾ ഇല്ലാത്തതിനാലും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അവ ഹാജരാക്കാത്തതിനാലും 4.42 കോടി രൂപയുടെ വിനിയോഗം സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് തടസ്സപ്പെടുത്തി. പേ വാർഡുകളിലും ലാബുകളിലും സൗകര്യമൊരുക്കുന്നതിന് 2022-23, 2023-2024 വർഷം 40.24 ലക്ഷം രൂപയുടെ സാധനങ്ങൾ വാങ്ങിയിരുന്നു. ഇതിന്റെ രേഖകൾ ഇല്ല. സൊസൈറ്റിയുടെ സേവനങ്ങളെ പറ്റിയുള്ള പരസ്യങ്ങൾ കൊടുക്കുന്നത് തമിഴ്നാട്ടിലെ ദിനപത്രങ്ങളിലാണ്. സംസ്ഥാനത്തിന് പുറത്ത് പരസ്യം നൽകുന്നതിന്റെ ഗുണം വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും മറുപടി ഉണ്ടായില്ല. ലാബിലേക്കോ ആശുപത്രികളിലേക്കോ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും 3 കോടി രൂപ മുടക്കി വാങ്ങിയ സാധനങ്ങൾ ടെൻഡർ വിളിച്ചതിൽ രേഖയില്ല. ഇവയ്ക്കായി കത്തു നൽകിയെങ്കിലും അവഗണിച്ചു. അതേസമയം റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും എല്ലാ രേഖകളും ഹെഡ് ഓഫീസിലുണ്ടെന്നും ഹാജരാക്കാൻ 2 മാസം സമയമുണ്ടെന്നും അതിനുള്ള എല്ലാ രേഖകളും കൈമാറുമെന്നും ഓഡിറ്റിംഗ് നടത്തിയ സമയത്ത് ചില രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞു കാണില്ലെന്നും KHRWS മാനേജിംഗ് ഡയറക്ടർ PK സുധീർ ബാബു പറഞ്ഞു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.